കസ്റ്റഡി മർദ്ദന പരാതികൾക്കിടെ ഫേസ്ബുക്കിലൂടെ മറുപടിയുമായി ഡിവൈഎസ്പി എം.ആർ. മധുബാബു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണെന്നും ഇതിനു പിന്നിൽ മേലുദ്യോഗസ്ഥനാണെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് കുറിപ്പ്. വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഏമാനാണ്. റിട്ടയർമെന്റിന് ശേഷം ഏമാന് ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പടിയെന്നും മധുബാബു പരിഹസിച്ചു. അർജുൻ മട്ടന്നൂരിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, പിടിച്ചുകൊണ്ടുവന്ന കുറ്റാരോപിതന്റെ ശരീരത്ത് ചൊറിയണം തേച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് കോടതി ശിക്ഷിച്ച ഉദ്യോഗസ്ഥനാണ്. പണ്ട് SI ആയിരുന്നപ്പോഴും CI ആയിരുന്നപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട മർദ്ദിച്ചവശനാക്കി എന്ന ആരോപണമുള്ള ഈ മധുബാബു, ഇപ്പോൾ മധുബാബുവിനെതിരെ ഒരുപാട് തെളിവുകൾ പുറത്തു വരുമ്പോൾ ഫേസ്ബുക്കിലൂടെ മധുബാബു എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇതിനു പിന്നിലൊക്കെ ഇപ്പോൾ സർവീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണോ? ചട്ടലംഘനമല്ലേ മധുബാബു ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്? തീർച്ചയായും ഡോക്ടർ കുമാർ, ചട്ടലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, തുടർച്ചയായി തനിക്കെതിരെ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി ആയ മധുബാബു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ലക്ഷ്യമിക്കുന്നത് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള ചില ആളുകളെ തന്നെയാണ്. നേരത്തെ പത്തനംതിട്ട SP VG വിനോദ് കുമാറിനെതിരെ അടക്കം മധുബാബു പരാതി നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ നടക്കുന്ന ചില അഭിപ്രായ ഭിന്നതകൾ, അതുമായി തുടർന്നുണ്ടായ ചില വിഷയങ്ങൾ, അതിനെയും ഇപ്പോൾ ചർച്ചയാകുന്ന കസ്റ്റഡി മർദ്ദനങ്ങളോട് കൂട്ടിച്ചേർക്കുകയാണ് മധുബാബു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ വരുന്ന വാർത്തകളൊക്കെ തന്നെ ആസൂത്രിതമാണ്. ഓരോരുത്തരെയായി ഘട്ടം ഘട്ടമായി രംഗത്തിറക്കുകയാണ്. ഇന്നും നാളെയും കൂടുതൽ പേർ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കലവൂരാന്റെ പല ജില്ലകളിലുള്ള വിരോധികളെ കണ്ടെത്തി ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന കോർഡിനേറ്ററായ ഏമാന് റിട്ടയർമെന്റിന് ശേഷം ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ് തുടങ്ങുകയാണ് പറ്റിയ പണി എന്ന പരിഹാസവും ഇത്തരത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്ന് വരുന്നുമുണ്ട്. എന്തായാലും നേരത്തെ പത്തനംതിട്ടയിലെ SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അടക്കം പരാതി ഉന്നയിച്ച ആളാണ്. അതിനുശേഷം തുടർച്ചയായി നിരവധി പരാതികളാണ് ഇദ്ദേഹത്തിനെതിരെ വന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നടക്കം നിരവധി പരാതികൾ വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. നേരത്തെ VG വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം പരാതി നൽകിയിട്ടുമുണ്ട്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് സർവീസിലുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ചട്ടലംഘനം നടത്തിക്കൊണ്ടുള്ള മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് UDF സർക്കാരിന്റെ കാലത്ത് DYFI പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. അതിനു മുൻപ് നടന്ന മറ്റൊരു കൃത്യത്തിൽ 2006 ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ചൊറിയണം തേച്ചുകൊണ്ടാണ് ഈ മധുബാബു ശിക്ഷിച്ചത്. അതിന്റെ പേരിൽ ചേർത്തലയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 1 മാസം തടവിനും 1000 രൂപ ശിക്ഷയ്ക്കും വിധിച്ചിരുന്നയാളാണ് ഇപ്പോൾ ആലപ്പുഴ DYSP ആയ മധുബാബു.